Hi, hi friends. എല്ലാവരും ഓൺലൈനിൽ എത്തിയോ? ഞാൻ അക്കാദമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ആണ്. വെരി സ്മൈൽ കാലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ മാത്സ് ആൻഡ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ വിഒ LDS തുടങ്ങിയ എക്സാംസിന് വേണ്ടി ചോദിച്ചിട്ടുള്ള മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈനിലുള്ളവർ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സൗണ്ട് വീഡിയോ ഒക്കെ റെഡി ആണോ എന്നുള്ള കാര്യം കമന്റ് ചെയ്താൽ വളരെ നന്നായിരുന്നു. പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയാം. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 3 പേര് ഓൺലൈനിലുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവര് ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. ഓഡിയോ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യം, ഓഡിയോ വീഡിയോ ഒക്കെ റെഡി ആണോ എന്നുള്ള കാര്യം. വെയിറ്റ് ചെയ്യണമാണെങ്കിലും ശരി ഒന്ന് ഹെൽപ്പോട്ട് ചെയ്യും. ഞാൻ യൂട്യൂബിൽ വല്ലാതെ ലൈവ് എടുക്കാറില്ല, എനിക്ക് അടുത്ത അറിയില്ല. ശരി ഒന്ന് പറയൂ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഇതൊന്നും പറഞ്ഞാൽ മതി. സൗണ്ട് വീഡിയോ എന്തായാലും ക്ലിയർ ആണ്. പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ചെറിയൊരു ഇതുണ്ടാവും, എന്നാലും കുഴപ്പമില്ലാതെ കേൾക്കുന്നുണ്ടോ എന്ന് പറയാം. സൗണ്ടിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിരുന്നു. ഒരാള് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് ഉറപ്പുവരാൻ അതുകൊണ്ടാണ് എന്തായാലും അൺഅക്കാദമിയിലെ ഇതുപോലെ സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ് അൺഅക്കാദമി പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. 12 മുതൽ 1:30 വരെയുള്ള സമയത്ത് രൂപ കൊടുത്ത് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ്സസ് ആണ്. നമ്മൾ LDCയുടെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് മാക്സിമം. ഇപ്പോൾ +2 SLC ലെവലിലേക്കുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ നിന്നുമായിട്ട് 20 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓൺലൈനിലുള്ളവർ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ തന്ന ശേഷം നിങ്ങൾ ചെറിയ വെയിറ്റിംഗ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. അത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ കമന്റ് ചെയ്യാം. കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും സോൾവ് ചെയ്യുന്നതായിരിക്കും ആ സമയം ആവുമ്പോൾ. നമുക്ക് ആയാലും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: x/y is equal to 2 ആയാൽ x - y by y എത്രയാണ് എന്നാണ്. ഓപ്ഷൻസ് A2, B1, C1/2, D0. ഇത് 4 ഓപ്ഷൻസ് കാണാം. ഷെഹിനല്ലാതെ വേറെ ആരെങ്കിലും ഓൺലൈൻ 4 പേര് ഓൺലൈൻ കാണിക്കുന്നുണ്ട്, അവർ കമന്റ് ചെയ്യുക. മാത്സ് ആയതുകൊണ്ടാണ് നിങ്ങൾ എടുത്തെടുത്ത് പോകാത്തത്, കൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തേത്. x/y is equal to 2 ആയാൽ x - y by y എത്രയാണ്? 1 ആണ് ഉത്തരം. അതുപോലെ ബാക്കിയുള്ളവർ നിങ്ങൾക്കൊരു ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഓൺലൈനിൽ ഇൻവോൾവ് ആയിട്ട് സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ലാസ്സുകൾ നമ്മൾ വെക്കുന്നതിന് മെയിനായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ഇന്റർഫേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യത്തേത് തന്നിട്ടുള്ള കണ്ടീഷൻ ഇതാണ്: x/y is equal to 2. ഇതിൽ നിന്ന് ഒന്നെങ്കിൽ നമുക്ക് എക്സ് പ്രത്യേകിച്ച് എടുക്കാൻ പറ്റും. ഇങ്ങനെ x is equal to 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x is equal to 2y. ആ 2yയുടെ വാല്യൂ നമ്മളോട് ഈ തന്നിട്ടുള്ള x - y by y ഇട്ട് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് 2y - y
ഈസ് ഈക്വൽ ബൈ വൈ എന്താവും മേലെ 2 വൈയിൽ നിന്ന് 1 വൈ കുറക്കുമ്പോൾ 1 വൈ കിട്ടും മേലെ, താഴെ അതുപോലെ ഓൾറെഡി 1 വൈ ഉണ്ട്. ഒരേ നമ്പറിന് അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് ഇതിലുള്ള ഒരു രീതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സിനും വൈനും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും 2 വാല്യൂസ് ഇട്ട് കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാലും എന്താണ് ഉത്തരം 2 ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ വൈ എന്തായിരിക്കും? ആ കണ്ടീഷനിൽ ഉത്തരം 2 കിട്ടുകയാണെങ്കിൽ വൈ എത്രയായിരിക്കും? വൈ 1 ആയിരിക്കും. എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടും. 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 1 ബൈ 1 എന്ന് കിട്ടും. ഉത്തരം 1 എന്ന് കിട്ടും. അപ്പോൾ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി 1 ആയിരിക്കും. ഇതിൽ ചെയ്തത് ഇതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ വാരിയബിൾസ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും റേഷ്യോ ആക്കിയിട്ട് എഴുതിയ ശേഷം ഒന്നിന്റെ വാല്യൂ മറ്റേതിന്റെ ടേമിൽ എഴുതിയ ശേഷം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ആ രീതിയിൽ കാണാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വാല്യൂസ്, അപ്പൊ ഇനിയിപ്പോൾ 2ഉം 1ഉം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വാല്യൂസ് ഇട്ട് കൊടുക്കാം. എക്സ് വേണേൽ 4 ഇട്ട് കൊടുക്കാം, അപ്പോൾ വൈ 2 ആവും. ആ രീതിയിൽ ചെയ്യുമ്പോഴും ഉത്തരം സെയിം തന്നെ ആയിരിക്കും. ലൈവ് ക്ലാസ് ലക്ഷ്മി ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. കറക്റ്റ് സമയം പറയാൻ പറ്റില്ല, കാരണം ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെ അവൈലബിലിറ്റിയാണ്. ഞാനിപ്പോൾ അവൈലബിൾ ആകുമ്പോൾ ഞാൻ എടുക്കും. അല്ലാത്ത സമയത്ത് വേറെയും പല എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടാകും, അവരൊക്കെ ആയിരിക്കും എടുക്കുക. ഈ ചാനലിൽ എന്തായാലും ദിവസം 1-2 ലൈവ് ക്ലാസ്സസ് റെക്കോർഡായിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി മെസ്സേജുകൾ അയക്കാറുണ്ട്, എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. ലൈവ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് പറയാൻ പറ്റില്ല. ഇപ്പോഴാ ഒഴിവ് കിട്ടുമ്പോൾ ലൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരിഫുദ്ദീൻ, ലക്ഷ്മി, ഷെഹിനൊക്കെ ഉണ്ട്. എല്ലാവരും അടുത്ത ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ചരട് മടക്കി സമചതുര രൂപത്തിലാക്കിയപ്പോൾ അതിന് 36 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവ് ഉണ്ടെങ്കിൽ ചരടിന്റെ നീളം എത്രയായിരിക്കും എന്നാണ്. ഓപ്ഷൻ എ 6 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 12 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 36 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 24 സെന്റിമീറ്റർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നില്ലെങ്കിൽ ഇവിടെ ചതുരശ്ര മീറ്റർ പരപ്പളവ് എന്നാണ് ആ സൈഡിലേക്കുള്ളത്, വേറെ ഒന്നുമില്ല അതിന്റെ അപ്പുറത്ത്. പത്ത് 30 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചെയ്ത ശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ ഏതാണ് ഓപ്ഷൻ അല്ലെങ്കിൽ ഉത്തരം കമന്റ് ചെയ്യുക. നോക്കുന്നൊരു വാച്ച് ചെയ്യുന്നത്. ഉത്തരം എത്രയായിരിക്കും ഇതിന്റെ? ചെയ്തില്ല. ഒരു ചരടിനെയാണ് നമ്മൾ മടക്കിയിട്ട് സമചതുരാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പൊ കിട്ടുന്നത് അതിന്റെ പരപ്പളവാണ് തന്നിട്ടുള്ളത്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോക്കിയിട്ട് അതുപോലെ കണ്ടെത്താം, മറ്റൊരു കണ്ടെത്താം. ചരടിന്റെ നീളം എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മുടെ സമചതുരത്തിന്റെ പെരിമീറ്റർ ആയിരിക്കും. അപ്പൊ അതെന്താണെന്ന് നോക്കിയിട്ട് കണ്ടെത്താം. രാജേഷ് സിറ്റി സോറി. ആർക്കും കിട്ടിയില്ല. ടെലിഗ്രാം ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ ടെലിഗ്രാം ലിങ്ക് ഇല്ല, സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ പേര് സെർച്ച് ചെയ്യാം. 24 തന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത്. തന്നിട്ടുള്ള എന്താണ്? ഒരു ചരടിനെ നമ്മൾ മടക്കി സമചതുരാക്കി. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ഈക്വൽ ആയിട്ടുള്ള ചതുരം. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സ്ക്വയർ ആണ്. അതായത് ഈ 4 സൈഡും കൂടെ ഇങ്ങനെ സമചതുര രൂപത്തിലാക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന പരപ്പളവാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ക്വയറിന്റെ ഏരിയ ആണ്. ഇതിനുള്ളിലുള്ള അളവാണ് എത്ര തന്നിട്ടുള്ളത്? 36 ചതുരശ്ര സെന്റിമീറ്റർ. ചതുരശ്രം എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് ഇതിന്റെ ഏരിയ 36 ആണെങ്കിൽ ഇതിന്റെ ചരടിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ മൊത്തം ചരടിന്റെ നീളം എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റളവായിരിക്കും, അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയും. അപ്പൊ ആദ്യം ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിന്റെ ഏതെങ്കിലും ഒരു സൈഡിന്റെ നീളം കണ്ടെത്തുക. ഇതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് സൈഡിന്റെ വലിപ്പം കിട്ടും. എയുടെ റൂട്ടും 36 എടുക്കുമ്പോൾ 6 സെന്റിമീറ്റർ ആയിരിക്കും സൈഡ്.
അപ്പോൾ ഒരു സൈഡ് 6 ആണ്, സമചതുരാണ്. അപ്പോൾ എന്താണ്, ഈ സൈഡ് 6 ആയിരിക്കും, ഈ സൈഡ് 6 ആയിരിക്കും, എല്ലാ സൈഡും 6 ആയിരിക്കും. ടോട്ടൽ നമുക്ക് കിട്ടുന്ന ചരടിന്റെ നീളം അല്ലെങ്കിൽ പെരിമീറ്റർ എത്രയായിരിക്കും? 4 × 6 24 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. എല്ലാവരും സോൾവ് ചെയ്തോ? ചുട്ടിക്കാർ ലക്ഷ്മി 24 എല്ലാവരും ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ 24 സെന്റിമീറ്റർ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇതിലൊന്നും ഡൗട്ട്സ് ഒന്നും ഉണ്ടെങ്കിൽ അവിടെ കമന്റ്സിൽ ചോദിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തത്, അപ്പോൾ നമ്മൾ ഇന്ന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. അപ്പോൾ മെന്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അടുത്ത മെന്റൽ എബിലിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. AZ CX FU അങ്ങനെയാണെങ്കിൽ ആ സീരീസിൽ അടുത്ത ലെറ്റർ, എത്ര ലെറ്ററിന്റെ ഗ്രൂപ്പ് ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് ഉള്ളത് HS IR JQ KP. ഇത് ഏതായിരിക്കും നമ്മുടെ ലെറ്റർ എന്നാണ് ചോദ്യം. ലൈവ് കാണുന്നവരെല്ലാം ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അവിടെ കമന്റ് ചെയ്യുക ഉത്തരങ്ങൾ. കിട്ടിയോ ഉത്തരം? കിട്ടിയോ? HU ഇല്ലല്ലോ ഓപ്ഷനിലേക്ക്. HS ആണ് ഓപ്ഷനിലുള്ളത്. ലക്ഷ്മി JQ. HU എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. HS ആണുള്ളത് ഓപ്ഷനിൽ. ഏതാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ മെന്റൽ എബിലിറ്റിയിൽ അക്കോർഡിംഗ് ഡീകോഡിംഗിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലെന്താണ് അവർ ചെയ്യുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. ആദ്യത്തെ AZ ആയിരുന്നു. AZ ഉണ്ടായിരുന്നത് എന്തായി? CX ഉണ്ടായി. CX ആയിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ ലെറ്റർ A ആയിരുന്നു. ആദ്യത്തെ ലെറ്റർ മാറിയിട്ട് C എന്ന മൂന്നാമത്തെ ലെറ്റർ ആയി. അതായത് ആൽഫബറ്റിലെ ഒന്നാമത്തെ നമ്പറാണിത്. ഇത് ആൽഫബറ്റിലെ മൂന്നാമത്തെ നമ്പറാണ്. അപ്പൊ ഇവിടെ 2 + 2 ആണ് നടന്നത്. ഇനി അതേപോലെ ഫസ്റ്റ് ലെറ്ററിൽ എന്താണ് ചേഞ്ച് അടുത്തത് വന്നത് നോക്കാം. FU ആയി ചെയ്തു മാറി. C മൂന്നാമത്തെ ലെറ്റർ ആണ്. പിന്നെ ഇപ്പൊ ഇതെന്തായി? F ആൽഫബറ്റിലെ 6ാമത്തെ നമ്പറാണ്. നമ്പർ കോഡ്സ് നമ്മൾ പഠിച്ചിരുന്നാൽ അല്ലെങ്കിൽ സൈഡിൽ എഴുതി വെച്ചിട്ട് നോക്കാം. ഓരോന്ന് പഠിക്കാനുള്ള കോഴ്സും ഉണ്ട് അതിന്റെ കൂടെ. അപ്പൊ എന്താണ് ഇവിടെ 3 അഡീഷൻ വന്നു. അപ്പൊ 2 കൂടി 3 കൂടി അടുത്തതിൽ ഫസ്റ്റ് ലെറ്ററിൽ എത്ര ഇൻക്രീസ് വരും? 3 ഉള്ളത് 4 ആവും. F എന്ന് പറഞ്ഞത് 6ാമത്തെ ലെറ്റർ ആണ്. 6ാമത്തെ ലെറ്ററിനോട് ഒരു 4 കൂട്ടുമ്പോൾ അത് എത്രയാവും? 10ാമത്തെ ലെറ്റർ ആവും. 10ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ J ആണ്. നമുക്ക് ഫസ്റ്റ് ലെറ്റർ കിട്ടി. ആക്ച്വലി നമുക്ക് ആ ഫസ്റ്റ് ലെറ്റർ വെച്ച് മാത്രം ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. കാരണം ഓപ്ഷൻസ് നോക്കാം. HS IR JQ KP. ജെയിൽ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്തായിരുന്നു? JQ ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഇതും കൂടെ നിങ്ങൾ വെരിഫൈ ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. Z ഉള്ളത് X ആയി മൈനസ് ചെയ്തു. അതേപോലെ U ആയി പിന്നെയും മൈനസ് ചെയ്തു. ആ മൈനസിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കിയാൽ നമുക്ക് ഇവിടെ Q കിട്ടും. ആക്ച്വലി അങ്ങനെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെ എന്താണ്? Z 26 ആണ്. -2 ആണ് ഇവിടെ ചെയ്തത്. ഇവിടെ -3 ചെയ്തു. ഇനി അടുത്തതിൽ -4 ആയിരിക്കും ചെയ്യാം. -4 ചെയ്യുമ്പോൾ Q കിട്ടും. പക്ഷെ ഓപ്ഷനിൽ ഒന്ന് മാത്രം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. JQ ആണ് റൈറ്റ് ആൻസർ എന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇത് കമന്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. തെറ്റിയവരൊന്നും കൂടി ശ്രദ്ധിക്കുക. എവിടെയാണ് തെറ്റിയെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആ ലെറ്റർ, ഒരു ലെറ്റർ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുത്ത ഉത്തരം കണ്ടെത്താൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ C JQ. അടുത്ത നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. വീണ്ടും മെന്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. 1 27 216. അടുത്തത് ഏതായിരിക്കും? ഈ സീരീസിലെ അടുത്ത ലെറ്റർ ഏതായിരിക്കും എന്നാണ്. രോഹിത് ശ്രീനാഥ് കുറെ കാലം കണ്ടിട്ട്. ഷഹനാസ്, ബിപിൻ കൃഷ്ണൻ, എല്ലാവരും ഈ ഉത്തരങ്ങളും കമന്റ് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളെ.
വെയിറ്റ് ചെയ്യാൻ കേട്ടോ, നിങ്ങളുടെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. C729. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതെന്താണ്? ക്യൂബ് വെച്ചിട്ടുള്ള സീരീസ് ആണ്. അപ്പൊ ക്യൂബ് വെച്ചിട്ട് എങ്ങനെയാണ് പോകുന്നത് നോക്കണം. ആദ്യത്തേത് 1 ആണ്, രണ്ടാമത്തേത് 27, മൂന്നാമത്തേത് 216. അപ്പൊ ആദ്യത്തെ 1ന്റെ ക്യൂബാണ്, 1 ക്യൂബാണ്. രണ്ടാമത്തേത് 3ന്റെ ക്യൂബാണ്, 3 ക്യൂബ്. നാലാമത്തേത് 6ന്റെ ക്യൂബാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, 7 തന്നെയാണോ വരിക, 9 ആണോ വരിക, അല്ലെങ്കിൽ എത്രയാണ് വരിക എന്ന് നോക്കുക. ഡി വിപിൻ കൃഷ്ണൻ, ഡി ലക്ഷ്മി ജി, 1000. അപ്പൊ ആദ്യം എന്തായിരുന്നു? 1ന്റെ ക്യൂബാണ്. പിന്നെ നമ്മൾ 2 കൂട്ടി, നമ്പറിൽ 2 കൂട്ടിയ ശേഷം ക്യൂബ് എടുത്തു. അപ്പൊ 3ന്റെ ക്യൂബായി. അടുത്തതിൽ നമ്മൾ നമ്പർ എത്രയാണ് കൂട്ടിയത്? 3 കൂട്ടി. ഇവിടെ 2 ആയിരുന്നു വ്യത്യാസം, ഇവിടെ 3 ആണ് വ്യത്യാസം. അപ്പൊ അടുത്തതിൽ നമ്മൾ എത്ര വ്യത്യാസം ഇടേണ്ടി വരും? 2 വ്യത്യാസം, 4 വ്യത്യാസം ഇടേണ്ടി വരും. 2, 3, 4 ആയിരിക്കും. അപ്പം 6 ഉള്ളത് 10 ആവും. 10ന്റെ ക്യൂബ് കാണേണ്ടി വരും. 10ന്റെ ക്യൂബ് എത്ര ആയിരിക്കും? 1000 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. 10 ആയിരുന്നു ഉത്തരം. ശരിയാണ്. രോഹിത് ഇപ്പോൾ മനസ്സിലായി. കുറെ പേർക്ക് അത് ഓപ്ഷൻ കൺഫ്യൂഷൻ വരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണത്. അപ്പൊ റൈറ്റ് ആൻസർ എത്രയാണ്? 1000 ആണ്. 10 ക്യൂബാണ് നമ്മുടെ റൈറ്റ് ആൻസർ. എല്ലാവരും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ സംഭവം? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതെല്ലാവരും ചെയ്തു വിചാരിക്കുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ കൃതംഗങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് എക്സ്പോണൻസ് ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യമാണ്. 5 പവർ n ഈസ് ഈക്വൽ ടു 625 ആയാൽ 5 പവർ n-3 എത്രയാണ്? 5ന്റെ പവർ n ആണെങ്കിൽ ഉത്തരം എത്രയാണ്? 625 ആണ്. അങ്ങനെയാണെങ്കിൽ 5ന്റെ പവർ n-3 ആണെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? ഓപ്ഷൻസ് 1, 5, 25, 125. ഇതും നിങ്ങൾ ചെയ്ത ശേഷം കമന്റ് ചെയ്തു. ബി 25. ബി എത്രയാണ്? 5 ആണ്. ഗീത കൃഷ്ണൻ 5. കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവരും 5 കമന്റ് ചെയ്തിട്ടുണ്ട്. കുറെ പേരൊക്കെ. ഞാൻ എന്തായാലും ചെയ്യാൻ നോക്കാം. നമുക്ക് അറിയുന്ന 5ന്റെ പവർ എത്രയാണ്? നമുക്ക് 5 സ്ക്വയർ അറിയാം. 5ന്റെ സ്ക്വയർ എടുത്താൽ എത്രയാണ്? 5 സ്ക്വയർ 25 ആണ്, അതറിയാം. പിന്നെ അറിയുന്നത് 5ന്റെ ക്യൂബ് അറിയാം. 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. അപ്പൊ ഇപ്പോഴും 625 എത്തിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ? 5ന്റെ ഒരു പവറും കൂടെ ഇട്ട് കൊടുക്കുക. അതായത് 125 × 5 ചെയ്ത് നോക്കുക. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 5 25, 2 5 2, ബാക്കി 1, 625 ആയിരിക്കും. 5 ക്യൂബിനെ നമ്മൾ ഒരു 5 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 പവർ 4 ആയി. 5 പവർ 4 എന്ന് പറഞ്ഞാൽ 625 ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? n കിട്ടി. n ഈസ് ഈക്വൽ ടു 4. കാരണം n-ന്റെ വാല്യൂ 4 ആവുമ്പോഴാണ് ആ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമ്മുടെ അടുത്തതിൽ n-ന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. 5n - 3. n 4 ആണ്. 5 പവർ 4 - 3. 4ൽ നിന്ന് 3 കുറച്ച് എത്ര കിട്ടും? 1 കിട്ടും. 5 പവർ 1. 5 പവർ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏതൊരു സംഖ്യനെ 1ന്റെ പവർ ഇട്ടാൽ ഉത്തരം എത്ര ആയിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി 5 തന്നെ ആയിരിക്കും റൈറ്റ് ആൻസർ. അക്ഷരത്തിന് എവിടെയാണ് തെറ്റിയത്? സന്തോഷ്, അക്ഷത് സന്തോഷ്. 5 പവർ 1 വരുള്ളൂ. 5 പവർ 1 5 തന്നെയാണ്, 25 അല്ല. അപ്പൊ റൈറ്റ് ആൻസർ 5 തന്നെ ആയിരിക്കും. ഓപ്ഷൻ ബി. എല്ലാവരും ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റ് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കുക. എവിടെ തെറ്റ് പറ്റിയതെന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി ആ മിസ്റ്റേക്ക് ആവർത്തിക്കാൻ ശ്രദ്ധിക്കുക. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 10 സെന്റിമീറ്റർ വശം ഉള്ള ഒരു ക്യൂബിന്റെ
10 സെന്റിമീറ്റർ വശമുള്ള കട്ടിയായ ഒരു ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ആരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ഭാഗത്തുള്ളത് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നുകൂടി ചെറുതാക്കി തരാം, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഗോളമാണ്. നമ്മൾ ഒരു ക്യൂബിൽ നിന്ന് മാക്സിമം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോളത്തിന്റെ റേഡിയസ് ആണ്. ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കാണാം. 10, 2.5, 5, 7. 10 ഇട്ടിട്ടുണ്ട് ചിലര്, 5 ഇട്ടിട്ടുണ്ട്. സി ഷഹനാസ്, സി വിജയകൃഷ്ണ, 5, ലക്ഷ്മി 10. ബാക്കിയുള്ളവരും കൂടെ കമന്റ് ചെയ്യാം. എല്ലാവർക്കും കമന്റ് ചെയ്യാനുള്ള ചെറിയ സമയം തരുന്നുണ്ട്. ചിലർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഒരേ സ്പീഡ് ആവണമെന്നില്ല. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് ശേഷം ഇമ്പ്രൂവ് ചെയ്യാം. ഇതിന്റെ ഉത്തരം എങ്ങനെ വരും നോക്കാം. നമ്മുടെ കയ്യിലുള്ള എന്താണ്? ഒരു ക്യൂബാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ഷേപ്പാണ്. അതായത് 6 സ്ക്വയറുകൾ ഒപ്പം ചേർത്ത് വെച്ചൊരു ഫിഗറാണ് ക്യൂബ്. വരക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്യൂബ് വരിക. ഏകദേശം 3 ഡയമെൻഷനിൽ വരക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വരക്കാൻ പറ്റില്ല. ഇതിന്റെ ആ പ്രൊജക്ഷൻ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ക്യൂബ് ഇങ്ങനെയാണ് വരിക. ഈ ക്യൂബിന്റെ ഉള്ളിൽ എന്താണ്? മാക്സിമം എടുക്കാൻ പറ്റുന്ന ഗോളം എന്തായിരിക്കും? ഇതിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന ഒരു ഗോളമായിരിക്കും. ഇങ്ങനെ ഒരു ഗോളം, ഒരു സർക്കിൾ എന്ന് വിചാരിക്കുക. കാരണം ഗോളം നമുക്ക് 3 ഡയമെൻഷനിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇത് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഗോളം ഇതാണ്. ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏറ്റവും കൂടിയ നീളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. ആ 10 സെന്റിമീറ്റർ പക്ഷെ ആക്ച്വലി എന്താണ്? അത് ഗോളത്തിന്റെ വ്യാസമാണ്, അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. വ്യാസം ഓർ ഡയമീറ്റർ. മാക്സിമം ആ ഗോളത്തിന്റെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നീളം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഓപ്ഷൻ എ 10 എടുക്കുന്നത്. കാരണം ഓപ്ഷൻ എ നമ്മൾ ആദ്യം കാണുന്ന ഓപ്ഷൻ അതായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഓപ്ഷൻ എ ആയിരിക്കും ശരി എന്നൊരു തോന്നൽ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഓപ്ഷൻ എപ്പോഴും എയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ് നമുക്ക് ആവശ്യം? റേഡിയസ് ആണ്, ആരം. അപ്പം റേഡിയസ് ഈസ് ഈക്വൽ ടു 10ന്റെ പകുതി ആയിരിക്കും. 10/2, 5 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ എന്റെ അക്കാദമി പ്രൊഫൈലിൽ ഞാൻ എടുത്തിട്ടുണ്ട്. യുടെ ക്ലാസ്സുകളുണ്ട്, LDCയുടെ ഉണ്ട്. പിന്നെ ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാ ടോപ്പിക്കിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. എന്റെ പ്രൊഫൈൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 30 കോഴ്സുകളിലായിട്ട് ഏകദേശം 300ഓളം ലെസൺസിലായിട്ട് മാത്സും റീസണിങ്ങും മാത്രം എടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ മാത്സ് ടോപ്പിക്സും കാണാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. 8 × 2 = 41. 6 × 4 = 32. 8 × 6 = 43. ആയാൽ 4 × 8 എത്രയായിരിക്കും എന്നാണ്. 4 × 8 എത്രയായിരിക്കും? മെന്റൽ എബിലിറ്റിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ആ സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിനെ നമ്മൾ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 4/8 4 × 8 നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓപ്ഷൻസ് ഉള്ളത് 24, 14, 42, 39. രാജേഷ് CP 24. വേറെയുള്ളവരും അറിയുന്നവരും ചെയ്യുന്നവരൊക്കെ കമന്റ് ചെയ്യാം. ഷഹനാസ് ഷാനു 24. എല്ലാവരും 24 കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം. അതാണ് 8 × 2 41. അങ്ങനെ ആയത് എന്താണ്? ആദ്യത്തെ ലെറ്റർ 8 ആണ്. ആദ്യത്തെ നമ്പർ 8 ആണ്. 8ന്റെ നേരെ പകുതിയാണ് 4. അപ്പൊ 8 × 2 എന്നുള്ളത് നമ്മൾ എന്താ ചെയ്തത്? 8ന്റെ പകുതി ഇവിടെ എഴുതി, 2ന്റെ പകുതി ഇവിടെ എഴുതി. അതായിരിക്കും നമ്മുടെ നമ്പർ. അപ്പൊ അതേപോലെയാണ് അടുത്തത് എഴുതിയത് നോക്കാം. എല്ലാം 2-3 ചെക്ക് ചെയ്യണം, എന്നാലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. 6ന്റെ പകുതി ഇവിടെ എഴുതി, 4ന്റെ പകുതി ഇവിടെ എഴുതി. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ റിലേഷൻ.
അടുത്തത് 8 × 6 4 3 എഴുതി. പിന്നെ 4 × 8 എഴുതി എന്തായിരിക്കും? ആദ്യം 4ന്റെ പകുതി എഴുതുക, രണ്ടാമത്തെ നമ്പർ ആയിട്ട് 8ന്റെ പകുതി എഴുതുക. 24-നാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കുറെ പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്തതിലേക്ക് പോകുന്നു. ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഇന്ററാക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കമന്റ് ചെയ്തിട്ട് ചോദിക്കുക. ഞാൻ കമന്റ്സ് ആണ് വായിക്കുന്നത്, ലൈവ് ചാറ്റിലുള്ള കമന്റ്സ് ആണ് ഉദ്ദേശിച്ചത്. അടുത്തത് പ്ലസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു, മൈനസ് ഈസ് ഈക്വൽ ടു ഡിവിഷൻ, ഇൻറ്റു ഈസ് ഈക്വൽ ടു മൈനസ്, ഡിവിഷൻ ഈസ് ഈക്വൽ ടു പ്ലസ് ആയാൽ 12 + 6 - 2 ഇൻറ്റു 12 എത്രയാണ്? സിമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇന്റർചേഞ്ചിങ്സ് എത്തിയിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിന്റെ ലാസ്റ്റ് ഉത്തരം എത്രയായിരിക്കും എന്നാണ് അവർ പറയുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം ലാസ്റ്റ് നമുക്ക് എത്രയാണ് ഉത്തരം വരുന്നത്. കമന്റ് ചെയ്യാം ഉത്തരങ്ങൾ. ഇക്വേഷൻ എന്തായിട്ട് മാറും? പ്ലസ് ഉള്ളത് ഇൻറ്റു ആണ്, മൈനസ് ഉള്ളത് ഡിവിഷൻ ആയി, ഇതിന്റെയും നമ്മൾ മുമ്പത്തെ ക്വസ്റ്റിന്റെ ഉത്തരവും 24 അപ്പൊ ഇതിന്റെ എല്ലാവരും 24 നമ്മുടെ ഒരു ഓപ്ഷൻ. ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ വരും: 12 × 6 - 2 ഡിവൈഡഡ് ബൈ 2 -12. ഇതിൽ നമ്മൾ ആദ്യം ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം. 6 ÷ 2 ചെയ്യണം, 3 കിട്ടും. ഇവിടെ 12 × 3 ചെയ്യണം. അടുത്തത് ബോർഡ് മാസിലെ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക. അപ്പോൾ 12 × 3 36 കിട്ടും. 36 - 12 ആയിരിക്കും നമുക്ക് ആവശ്യം. 6 - 12 എത്ര ആയിരിക്കും? 24 ആയിരിക്കും. ഓപ്ഷൻ ബി 24 ആണ് നമ്മുടെ. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട്. അക്ഷത്, പാരിസ, വിജയൻ കൃഷ്ണൻ, രജീഷ്. ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അടുത്തതും മെന്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ക്യൂബ് റൂട്ട് ഓഫ് 27, ക്യൂബ് റൂട്ട് ഓഫ് 64, ക്യൂബ് റൂട്ട് ഓഫ് 448, ക്യൂബ് റൂട്ട് ഓഫ് 214. ഈ 4 സംഖ്യകളിൽ നിന്ന് ഇതിലൊരു ബന്ധമില്ലാത്ത സംഖ്യ ഏതാണ് എന്നാണ്. ഇഷ കഴിഞ്ഞ ഉത്തരമായിരിക്കും കമന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എളുപ്പമാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും, ചെയ്യാനൊന്നും ഇല്ല. ഇത് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ സംഭവമാണ്. 27 എന്താണ്? 27 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. ഇത് അതായത് 27 ക്യൂബ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ 64 ക്യൂബ് എടുക്കാൻ പറ്റും. 64 ക്യൂബ് എടുക്കുമ്പോൾ 4 കിട്ടും. 214 അതുപോലെ തന്നെയാണ്. 448 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിട്ടുള്ള നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ ഓപ്ഷനിൽ പെടാത്ത ഒരു സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പെടാത്തത് എന്താണ്? ഓപ്ഷൻ സി 448. ഹലോ PSC ആൽഫബറ്റിക്സ് ആദർശ് സാറാണോ? ഹായ്, എല്ലാവരും ചെയ്തു. എന്താണ്? ഓപ്ഷൻ സി ഉത്തരം കിട്ടി. അടുത്തതിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ.
2 പവർ 30 പകുതി എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്തത് ഫൈൻ. അതിന്റെ പകുതി എടുക്കുമ്പോൾ ഓപ്ഷൻസ് എന്തെങ്കിലും കാണുന്നില്ല, ഇപ്പൊ വായിക്കാം. ഒന്ന് 2 പവർ 15, 1/2 പവർ 30, അടുത്തത് 2 പവർ 29, ഇത് 1 പവർ 15. 2 പവർ 15 പ്രദീപ് കുട്ടൻ, ഷെബിന സി. 1/2 പവർ 30 ഉണ്ട്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻസ് കാണുന്നില്ല. ഓക്കെ, ഞാൻ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വലുതാക്കി എഴുതി തരാം ഇവിടെ. 2 പവർ 15 ആദ്യത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ 2/29. അടുത്തത് 1/2 പവർ 30. മൂന്നാമത്തത് 1 പവർ 16. 16ആണോ 15ആണോ തോന്നുന്നു. കിട്ടിയ കുറെ പേരൊക്കെ സി ഇട്ടിട്ടുണ്ട്. നോക്കാം എന്താണ് ചെയ്യുന്നത് നോക്കാം. 2/30 അതിന്റെ പകുതി, നമ്മൾ ഏതെങ്കിലും ഏത് നമ്പർ ആയാലും അതിന്റെ പകുതി എടുക്കുമ്പോൾ എന്താ ചെയ്യുക, അതിനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 2/30 പകുതി എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, 2/30/2. ഇനി നമ്മൾ കൃതംഗ നിയമങ്ങള്, ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു നമ്പറിന്റെ ബേസ് സെയിം ആയിട്ടുള്ള 2 നമ്പേഴ്സിന്റെ പവേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ എഴുതുക, 2/30 താഴെയുള്ള നമ്പറിന്റെ പവർ. അതായത് ഇവിടെ വെറുതെ 2 എന്ന് എഴുതി അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ ഒരു 1 ഉണ്ടെന്നാണ്, അതിന്റെ പവർ 1 ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ 2 പവേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, 2/30 - 1 2/29 കിട്ടും റൈറ്റ് ആൻസർ. നമ്മൾ പെട്ടെന്ന് ഒരു കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് 2/15 എന്ന് എഴുതി പോകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ എ ഇട്ട് വെച്ചിട്ടുള്ളത് ആദ്യം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. 2/30 പകുതി 2/15 അല്ല, 2/29 ആണ്. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 1/10 പകുതി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/9 ആണ് അതിന്റെ അല്ല 2. അതേപോലെ തന്നെ 2/10 പകുതി വെച്ചിട്ടുണ്ടെങ്കിൽ 2/9 ആണ്, 2/5 അല്ല എന്ന് മനസ്സിലാക്കുക. 30 - 1 ചെയ്യുക, 29. അപ്പൊ 2 പവർ 29 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. എല്ലാവരും ചെയ്തില്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്ത കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിഒയിലൊക്കെ ചോദിച്ചത് വിഒ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മാക്സിമം ഇട്ടിട്ടുള്ളത്. കുറച്ച് LDC ക്വസ്റ്റ്യൻസും ഉണ്ട്. വിഒ 2014 ചോദിച്ചത് കുറച്ചൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു കാറിന്റെ ചക്രത്തിന് 50 സെന്റിമീറ്റർ വ്യാസമുണ്ട്. ഈ വാഹനം 72 കിലോമീറ്റർ/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 1 സെക്കൻഡ് സമയം കൊണ്ട് വാഹനത്തിന്റെ ചക്രം എത്ര തവണ പൂർണ്ണമായും കറങ്ങിയിരിക്കും? എല്ലാവരും ചെയ്യാൻ ഒരു 30-40 സെക്കൻഡ് ശ്രമിക്കുക. കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പറയാൻ ചെയ്യാൻ തുടങ്ങാം. ഇവിടെ കാണാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കുറച്ച് നീട്ടി തരാം. എങ്ങനെ ചെയ്യേണ്ടെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ഒരു കാറിന്റെ ചക്രത്തിന് 50 സെന്റിമീറ്റർ വ്യാസമുണ്ട്. ഈ വാഹനം 72 കിലോമീറ്റർ/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 1 സെക്കൻഡ് സമയം കൊണ്ട് വാഹനത്തിന്റെ ചക്രം എത്ര തവണ പൂർണ്ണമായും കറങ്ങിയിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 20, 12, 10, 15.
അങ്ങനെയുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പോയോ പോയോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഒഴിവാക്കാം നോ എന്ന് പറഞ്ഞോളൂ. അപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങാം. വെറുതെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഇരുപതാണോ? അല്ല, 20അല്ല ഉത്തരം. അങ്ങനെ ആണോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇല്ല മനസ്സിൽ. ആണോ അല്ലെങ്കിൽ അല്ല. ഇൻ 1 സെക്കൻഡ് 20 മീറ്റർ പെർ സെക്കൻഡ് പറ്റുന്നില്ല. ഓക്കെ, അത് ശരിയാണ്. 1 മീറ്റർ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, അതാണ് പ്രശ്നം. ഒരു കാറിന്റെ ചക്രത്തിന് 50 സെന്റിമീറ്റർ വ്യാസമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കാറിന്റെ ചക്രം ഞാൻ വരയ്ക്കാണ് ഇവിടെ. ഇതിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യാസം എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 50 സെന്റിമീറ്റർ ആണെന്നുണ്ട്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? അത് അവിടെ നിൽക്കട്ടെ, ആ ഡാറ്റ അവിടെ നിൽക്കട്ടെ. അടുത്തത്, ഈ വാഹനം 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്നാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ 72 കിലോമീറ്ററിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 72 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 72 × 5/18. 72ഉം 18ഉം വെട്ടി 4 കിട്ടും. 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ്. അത് നമുക്ക് കിട്ടി. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ 20 എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് 20 ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് പോരാ. ഇവിടെ കമന്റ് ചെയ്തു, വിപിൻ കൃഷ്ണൻ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 2πr. അത് എടുക്കേണ്ടി വരും. കാരണം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു സെക്കൻഡിൽ ഈ കാർ എത്ര പോയി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെക്കൻഡിൽ 20 മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഈ ടയർ എത്ര പ്രാവശ്യം കറങ്ങി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കറങ്ങുമ്പോൾ നമ്മൾ എന്താണ്, അതിന്റെ റേഡിയസ് അല്ല വേണ്ടത് നമുക്ക്, അതിന്റെ ചുറ്റളവാണ് നമുക്ക് വേണ്ടത്. മൊത്തം ഒരു കറങ്ങാൻ മൊത്തം ഒരു പെരിമീറ്റർ എത്ര പ്രാവശ്യം വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? ഇവിടെ തന്നിട്ടുള്ള ഈ 50 സെന്റിമീറ്റർ, അത് അതിന്റെ എന്താണ്, ഡയമീറ്റർ ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കാണണം? നമ്മൾ അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണണം. അപ്പൊ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. 25 ആയിരിക്കും എന്ത് റേഡിയസ്. അപ്പൊ 50π എന്ന് വരും. പൈ ആയിട്ട് തന്നെ എഴുതുക, ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെന്താണ്? ഇത് സെന്റിമീറ്റർ ആണ്. അതുപോലെ ഇതെന്താണ്? ഈ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ സംഭവം മീറ്ററിലാണ്. ഒരു സെക്കൻഡിൽ 20 മീറ്റർ പോയി എന്നാണ്. അപ്പൊ ആ 20 മീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റേണ്ടി വരും? സെന്റിമീറ്റർ ആക്കി മാറ്റേണ്ടി വരും. അതായത് 2000 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 50π ആണ് നമ്മുടെ ഉത്തരം. ഇങ്ങനെ എഴുതി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇപ്പൊ 2000 എഴുതി ഞാനിവിടെ 50 ഉണ്ട്. 50ഉം ഈ 2000ഉം വെട്ടി എത്ര ആവും? ഇവിടെ 40 ആവും മേലെ. ഇനി ഇവിടെ ഒരു പൈ ഉണ്ട്. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. ആ 7 എന്ത് ചെയ്യും? 7 മേലോട്ട് പോവും. 40 × 7/22 വരും. കുറച്ച് വെട്ടി ചെറുതാക്കാനും സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും നമുക്ക് ഉത്തരം? 12 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. 12 പോയിന്റ് സംതിങ് വരും ഉത്തരത്തിൽ. അപ്പൊ അതിനൊന്നും കൂടെ വെട്ടി ചെറുതാക്കുമ്പോൾ 12 കിട്ടും ഉത്തരം. കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സന്ധ്യ, PSC ആസ്പിറന്റ്. അപ്പൊ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കാറിന്റെ സ്പീഡ് കിട്ടി. അപ്പൊ ആ മീറ്റർ പെർ സെക്കൻഡിലുള്ള സ്പീഡിനെ ഞാൻ സെന്റിമീറ്ററിലേക്ക് ആക്കി. ഒരു സെന്റിമീറ്ററിൽ ഈ കാർ എത്ര ദൂരം പോകും എന്ന് മനസ്സിലാക്കി. അത് ഉപയോഗിച്ചിട്ട് കാർ വട്ടത്തിൽ കറങ്ങുമ്പോൾ അതിന്റെ സർക്കംഫറൻസ് ആണ് നോക്കുക. അപ്പൊ മൊത്തം ചക്രം എത്ര പ്രാവശ്യം കറങ്ങി എന്ന് ചോദിച്ചാൽ മൊത്തം ഡിസ്റ്റൻസിനെ നമ്മൾ ആ പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഉത്തരം കിട്ടി 12 പോയിന്റ് സംതിങ് വരും. ഞാൻ ഡിവൈഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 40 20 ആവും. 20/11 ഒക്കെ വരും. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 12 ഉത്തരം കിട്ടും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. സമയം കിട്ടുമ്പോൾ ഒന്നുകൂടി ഇരുന്നിട്ട് ആ ഐഡിയ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എത്ര പേര് ചെയ്ത് കിട്ടിയിട്ടുമുണ്ട്. അടുത്തയിലേക്ക് പോവുകയാണ് ക്വസ്റ്റ്യൻ. അടുത്തത്, ഒരാൾ എയിൽ നിന്ന് 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും അയാൾ 40 കിലോമീറ്റർ തെക്കോട്ട് നടന്ന് സിയിലെത്തി. എന്നാൽ ഇപ്പോൾ അയാൾ എയിൽ നിന്നും എത്ര അകലത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാം.
ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും അയാൾ 4 കിലോമീറ്റർ, ഞാൻ കുറച്ച് ചെറുതാക്കാൻ സ്ക്രീൻ, ഇപ്പൊ കാണുന്നില്ലേ? ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും അയാൾ 4 കിലോമീറ്റർ തെക്കോട്ട് നടന്ന് സിയിലെത്തി. എന്നാൽ ഇപ്പോൾ അയാൾ എയിൽ നിന്ന് എത്ര അകലത്തിലാണ്? ഇപ്പൊ കാണുന്നില്ലേ ക്ലിയറായിട്ട്? ഇപ്പൊ എളുപ്പമായി എല്ലാവർക്കും. 5 ഉത്തരം. ആദ്യം എന്താണ്? ആദ്യം കിഴക്കോട്ട് നടന്നു, കിഴക്കോണ് ഈസ്റ്റിലേക്ക് നടന്നു. എത്ര നടന്നു? 3 കിലോമീറ്റർ നടന്നു. 3 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന ശേഷം പിന്നെ തെക്കോട്ടാണ് നടന്നത്, താഴോട്ട് പോയിട്ടുണ്ടാവും. ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 4 പോയി. അപ്പൊ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്ര ദൂരം എന്നാണ്. അപ്പൊ ഇതെന്താണ്? ഞാൻ വരച്ച് നോക്കട്ടെ, ഇത് സ്ട്രെയിറ്റ് ആണല്ലേ. ഇതെന്താണ്? ഇതൊരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് നമുക്ക് കാണേണ്ടത്. ഹൈപ്പോട്ടിന്യൂസ് എന്തായിരിക്കും? √3² + 4² ആയിരിക്കും. അല്ലെങ്കിൽ 3, 4 കണ്ടാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് അവിടെ 5 ആയിരിക്കും വരിക. നമ്മൾ കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഇതൊക്കെ. 9 + 16 ചെയ്യാം, √25, 5 ആയിരിക്കും റൈറ്റ് ആൻസർ. 5 കിലോമീറ്റർ. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. എല്ലാവരും ചെയ്തില്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ആദ്യം കാണാത്ത ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. 13 അടുത്ത ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും കാണുന്നില്ലെന്ന് ഞാൻ പറയണം, ഞാൻ വായിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ട്സ് ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കമ്മിയായി. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ നീളം കൂടിയ വശം 10 സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിന്റെ നീളം എത്ര എന്നാണ്. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ നീളം കൂടിയ വശം 10 സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിന്റെ നീളം എത്ര? ഇപ്പോൾ കാണുന്നില്ലേ? വായിച്ച് ശ്രദ്ധിക്കൂ വിപിൻ, ഒന്നുകൂടെ വായിക്കാം. സമപാർശ്വ ത്രികോണത്തിന്റെ നീളം കൂടിയ വശം 10 സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിന്റെ നീളം എത്ര? ഓപ്ഷൻസ് ഉള്ളത് 5/√2, 10/√2, 10/√3, 5 സെന്റിമീറ്റർ. പ്രിയങ്ക രാധാകൃഷ്ണൻ 5. നേരത്തെ രണ്ടാണോ അതോ ഇപ്പോഴത്തെ ആണോ 5 ഇട്ടിട്ടുള്ളത്? 13ന്റെ ഉത്തരമാണോ അതോ നേരത്തെ ക്വസ്റ്റ്യൻ ആണോ? ഇത് കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് ചെയ്ത് കുത്തി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ബി 10/√2, സിനുരാജ് ചിറാജ്. ആരെങ്കിലും ചെയ്തോ? ബി പിന്നെ ഇപ്പോൾ കാണുന്നില്ല കൃഷ്ണൻ. ബി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. സമപാർശ്വ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും മട്ടത്രികോണം ആകുമ്പോൾ ഒരു ഹൈപ്പോട്ടിന്യൂസ് ഉണ്ടാവും, അതാണ് അതിലെ നീളം കൂടിയ സൈഡ്. അപ്പൊ സമപാർശ്വം എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കിയുള്ള 2 സൈഡുകളാണ്. ഈ സൈഡും ഈക്വൽ ആണെന്ന് വന്നിരിക്കും. ഈ നീളം കൂടിയ സൈഡ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ എത്രയായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ തൊട്ട മുന്നേ ചെയ്തു. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഇത് 2 സൈഡും കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് ഈ 2 സൈഡും എ ആണെന്ന് വിചാരിക്കാം. കൂട്ടുമ്പോൾ എത്ര കിട്ടും? √(a² + a² വരും, = 10 വരും. ഇവിടെ എന്താണ്? a² a² കൂട്ടിയാൽ എത്ര വരിക? 2a² ആണ് വരിക. 2a² എന്ന് പറഞ്ഞാൽ 10 ആണ് വരിക.
ഇനി ഇതിൽ നമുക്ക് ഇത് 2 ഇൻറ്റു എ സ്ക്വയർ എന്നാണ് ആക്ച്വലി റൂട്ടിന്റെ ഉള്ളിലുള്ളത്. എ സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താവും? എ തന്നെ ആവും. 2ന്റെ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ √2a ഇസ് ഈക്വൽ ടു 10. നമുക്ക് ആവശ്യം എ ആണ്. അപ്പൊ എ എത്ര ആയിരിക്കും? എ ഈക്വൽ ടു 10/√2 സെന്റിമീറ്റർ. ഓപ്ഷൻ എ. ഈ √2a എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ വേറൊരു സംഭവത്തിലും കൂടെ വരുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ട് ഇതിലാണോ വരുന്നത്? കമന്റ് ചെയ്യുക. √2a എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു സംഭവം കണ്ടെത്തുന്നുണ്ട്. അത് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. എന്തിന്റെ നീളം കാണാനാണ് നമ്മൾ √2a എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ഞാൻ ഉത്തരങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡയഗണൽ, എന്തിന്റെ ഡയഗണൽ? ക്യൂബ് ഫേസ് ഡയഗണൽ. ക്യൂബ് അല്ല, ഫേസ് ഡയഗണൽ എന്നാണ് പറയണ്ട. അതും ഫേസ് മാത്രം നോക്കുമ്പോൾ പാരിസ് സനഫ് കറക്റ്റ് ഉത്തരം. എന്താണ്? സ്ക്വയറിന്റെ ഡയഗണൽ കാണാനാണ് നമ്മൾ √2a എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡുകൾ √2 ആണ്, a ആണെങ്കിൽ, അതായത് ഒരു സൈഡ് എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇതും a ആണെങ്കിൽ ഡയഗണൽ കാണാൻ ഡയറക്റ്റ് ഉള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ തിരിച്ചു ചെയ്യുമ്പോൾ √2a വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. റൈറ്റ് ആൻസർ എന്താണ് ഈ ക്വസ്റ്റ്യന്റെ? 10/√2 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ ക്വസ്റ്റ്യൻ ചെയ്ത രീതിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ √2a എന്ന് പറഞ്ഞ ഇക്വേഷൻ സ്ക്വയറിന്റെ ഡയഗണലാണ്, ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. 6:30 വരെ നമുക്ക് ക്ലാസ് ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യും. 1 മണിക്കൂറായിരിക്കും എല്ലാ സെഷൻസും. മാക്സിമം 1 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. വേറെ എഡ്യൂക്കേറ്റേഴ്സിന്റെ ലൈവ് ക്ലാസ്സസ് അൺഅക്കാദമിയിൽ അവൈലബിൾ ആണ്. അതുപോലെ യൂട്യൂബ് ചാനലിലും, അവരുടെ പുതിയ യൂട്യൂബ് ചാനലാണിത്, ഇതിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ആ ക്ലാസ്സുകൾ ഉണ്ടാവുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സമയം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചുറ്റളവ് 30 സെന്റിമീറ്റർ ആയ ചതുരാകൃതിയിലുള്ള ഒരു കാർഡിന്റെ നീളത്തിന്റെ 2 മടങ്ങ് വീതിയുടെ 3 മടങ്ങിനോട് തുല്യമാണ്. അതിന്റെ വീതി എത്ര? ചുറ്റളവ് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. ആ കാർഡിന്റെ 2 മടങ്ങ് വീതി, നീളത്തിന്റെ 2 മടങ്ങ് വീതിയുടെ 3 മടങ്ങ് തുല്യമാണ്. അതിന്റെ വീതി എത്രയാണ്? ക്ലിയർ ആയിട്ട് കാണുന്നില്ല ക്വസ്റ്റ്യൻ? കാണുന്നില്ലെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പോഴോ ചുറ്റളവ് 30 സെന്റിമീറ്റർ ആയ ചതുരാകൃതിയിലുള്ള ഒരു കാർഡിന്റെ നീളത്തിന്റെ 2 മടങ്ങ് വീതിയുടെ 3 മടങ്ങിനോട് തുല്യമാണ്. അതിന്റെ വീതി എത്ര? നമുക്ക് റിവേഴ്സ് ആയിട്ട് ചെയ്ത് നോക്കാം. അതായത് ഇതിലുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് റിവേഴ്സ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അത് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് സംഭവം. ആറ് സെന്റിമീറ്റർ ആണ് എന്ത് വീതി എന്ന് വിചാരിക്കാം. അപ്പൊ വീതിയുടെ 3 മടങ്ങ്, വീതിയുടെ 3 മടങ്ങ് പറയുമ്പോൾ എത്രയാണ്? 6×3. 6×3 എന്ന് പറഞ്ഞാൽ എന്താവും? 18 ആണ്. നമുക്ക് ആകെ ഉള്ളത് എത്രയാണ്? ചുറ്റളവ്, ഒരു ചതുരാകൃതിയിലുള്ള സംഭവത്തിന്റെ ചുറ്റളവ് 30 ആണെങ്കിൽ 18 ഇവിടെ തന്നെ പോയി. ഇനി ബാക്കിയുള്ളത് എത്രയായിരിക്കും? 12 ഉണ്ടാവുള്ളൂ 30 ആണെങ്കിൽ. ഇതെന്താവും? 2×6. അപ്പൊ ചതുരാകുമ്പോൾ എന്തായാലും ഈ സൈഡും 6 തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ സ്യൂട്ട് ആവുന്നത് എന്താണ്?
ബി ബി ആർട്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഇട്ടിട്ട് 2 × L + B വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിനെ എല്ലും ബിയും തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. അതായത് കാർഡിന്റെ നീളത്തിന്റെ 2 മടങ്ങ്, അതായത് 2L = 3B. ഈ ഇക്വേഷനിൽ നിന്ന് ഏതെങ്കിലും എല്ലോ ബിയോ ഒന്ന് സ്യൂട്ട് ചെയ്തിട്ട് എടുക്കുക. അതായത് L = 3/2B അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് B = 2/3L എന്ന് എടുക്കാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും. വാല്യൂസ് കിട്ടുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ എടുക്കാൻ പറ്റും. റൈറ്റ് ആൻസർ ഓപ്ഷൻ 6 ആയിരിക്കും. ഓപ്ഷൻ എ 6 ആയിരിക്കും. ഫുള്ളായിട്ട് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, സോൾവ് ചെയ്തെടുക്കാം. ഈ L = 3/2B എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഈ 2 30 ഇട്ട്, അപ്പോൾ ഇവിടെ 15 ആയി. L + B മാത്രമായി ഇക്വേഷനിൽ ഉള്ളത്. അപ്പം എല്ലിന് പകരം ഈ 3/2B ഇട്ട് കൊടുക്കുക. 3/2B + B = 15 കിട്ടും. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? B കിട്ടും. അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ B കിട്ടും. ആ B യൂസ് ചെയ്ത് ഇതിലിട്ട് കൊടുത്താൽ L കിട്ടും. ഇപ്പം നേരെ തിരിച്ച് L ആണെങ്കിൽ L എടുത്തിട്ട് B ഇട്ട് കൊടുക്കുക. നേരെ തിരിച്ച് അങ്ങനെയും ചെയ്യാൻ പറ്റും. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അല്ല, ഓപ്ഷൻ എ ആണ്. 6 സെന്റിമീറ്റർ. സോറി, കുറെ പേര് ഉത്തരം ഇട്ടിട്ടുണ്ട്. ഷഹനാസ്, സദ്യ, PSC എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണുമായിരിക്കും. ഒരു 5 മാത്രമേ ഉള്ളൂ. ആ 9 ആയിരിക്കും. ഞാൻ ഇവിടെ ഈ ആദ്യം എഴുതിയ നോക്കണ്ട കേട്ടോ. അടുത്തത് 2500 രൂപക്ക് 8% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്ര? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ആ രീതിയിൽ കാണാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 2ഉം 1ഉം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. ഇഷ്ടമുള്ള എന്ത് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അടുത്തത് 2500 രൂപക്ക് 8% നിരക്കിൽ 2 വർഷത്തേക്കുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. PNR/100 ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ പെർസെൻറ്റേജിന്റെ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു കൊല്ലം 8% പലിശയാണെങ്കിൽ 2 കൊല്ലം ആകുമ്പോൾ എത്രയായിരിക്കും മൊത്തം ശതമാനം? 8 × 2 16% ആയിരിക്കും. 2500ന്റെ 16% കണ്ട ഉത്തരമായി. 16/100 × 2500. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് PNR/100 ഇട്ട് കൊടുക്കാം. 6 ഇട്ട് കൊടുക്കുക, N ഇട്ട് കൊടുക്കുക. ഇപ്പോഴും ഇതേ രീതിയിലേക്ക് തന്നെയാണ് പോവുക. റൈറ്റ് ആൻസർ 400 ആയിരിക്കും. ഓപ്ഷൻ ബി. എല്ലാവരും ചെയ്തില്ലേ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 36 ലിറ്റർ റബ്ബർ പാൽ ഷീറ്റ് ആക്കുന്നതിന് വേണ്ടി 2.5 ലിറ്റർ വീതം കൊള്ളുന്ന പാത്രത്തിൽ നിറച്ചാൽ മിച്ചമുള്ള റബ്ബർ പാൽ എത്ര ലിറ്റർ ആയിരിക്കും? കാണുന്നില്ല ക്വസ്റ്റ്യൻ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ പാത്രത്തിൽ നിറച്ചാൽ എന്നാണ്. 36 ലിറ്റർ റബ്ബർ പാൽ ഷീറ്റ് ആക്കുന്നതിന് വേണ്ടി 2.5 ലിറ്റർ വീതം കൊള്ളുന്ന പാത്രത്തിൽ നിറച്ചാൽ മിച്ചമുള്ള റബ്ബർ പാൽ എത്ര ലിറ്റർ? പ്രിയങ്ക 400. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ലോ ആണെന്ന് തോന്നുന്നു എല്ലാവരും.
ഇതിന്റെ ഉത്തരങ്ങൾ വരട്ടെ. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. 1 ലിറ്റർ ബാക്കി അത്രയേ ഉള്ളൂ. 2.5 ലിറ്റർ വീതം നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഏറ്റവും 2.5ന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. 2.5ന്റെ അടുത്ത തൊട്ട മൾട്ടിപ്പിൾ എന്താണ്? 5 ആണ്. അപ്പോൾ 5 വെച്ച് പിന്നെ കൂട്ടി നോക്കിയാൽ മതി. 5 വെച്ച് കൂട്ടി വെക്കുമ്പോൾ ആദ്യം 2.5 പിന്നെ 5. ഇനി 5ന്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ മതി. 10 15. നമ്മുടെ 36ന് തൊട്ടടുത്തുള്ള 5ന്റെ മൾട്ടിപ്പിൾ നോക്കുക. 35 ആണ് വരിക. ഇനി ബാക്കി എത്ര ലിറ്റർ ഉണ്ടാവും? ബാക്കി 1 ലിറ്റർ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ 1 ലിറ്റർ ആയിരിക്കും. 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു ക്ലോക്കിന്റെ സമയം അതിന്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ 12:30 ആയി തോന്നുന്നുവെങ്കിൽ ക്ലോക്കിന്റെ യഥാർത്ഥ സമയം എത്ര? മിറർ ക്ലോക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്യാം. ഒരു ക്ലോക്കിന്റെ സമയം അതിന്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ 12:30 ആയി തോന്നുന്നുവെങ്കിൽ ക്ലോക്കിന്റെ യഥാർത്ഥ സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും? നമുക്ക് മിററാണ് കാണേണ്ടത്. ഒന്നുകിൽ മിറർ അല്ലെങ്കിൽ നേരെ തിരിച്ച് എല്ലാം ചെയ്യുന്ന ഒരേ മെത്തേഡ് തന്നെയാണ്. സമയം എത്രയാണ്? 11നും 12നും അല്ല 1നും ഇടയിലാണ്. അങ്ങനത്തെ സമയമാകുമ്പോൾ നമ്മൾ ഏതിൽ നിന്നാണ് കുറക്കുക? 23:60 നിന്നാണ് കുറക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ കുറക്കൽ 11:60 നിന്നാണ്. ഈ കേസിൽ കുറയ്ക്കേണ്ടത് 23:60 നിന്നാണ്. അതിൽ നിന്ന് കുറച്ച് നോക്കുമ്പോൾ 60 ഇവിടെ 30 ആവും. 11:30. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 11:30 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. അനു, സൈലന്റ് ഐസ്, പ്രദീപ്, സന്ധ്യ, പാരിസ, PSC ആസ്പിറന്റ്, രജീഷ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. അതുപോലെ കമന്റിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ ലൈവ് സെഷൻ ഇപ്പം എല്ലാം നമ്മൾ എൻഡ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഅക്കാദമിയെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. 2 മിനിറ്റ് സമയം. ഇനി ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും ഈ ചാനലിൽ. പല എഡ്യൂക്കേറ്റേഴ്സിൻ്റെതായിട്ട് എല്ലാ ടോപ്പിക്കിലുള്ള ക്ലാസ്സുകളും ഇതിൽ അവൈലബിൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. വേറെ ഒന്നുമില്ലല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക്? അതുപോലെ ഇനിയിപ്പോൾ അൺഅക്കാദമിയിൽ ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. അതിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പ്ലസ്സിലുണ്ടോ? അൺഅക്കാദമി പ്ലസ്സിൽ സൈലന്റ് ഐസ്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കട്ടെ ഞാൻ ഈ ലൈവ് ക്ലാസ്സിൽ ചെയ്യുന്നത്. ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ VO LDCയുടെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. മാറി മാറി ചെയ്യാം നമുക്ക്. ഓരോ ദിവസം ഒരു ദിവസം യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പിറ്റേ ദിവസം VO ചെയ്യാം, LDCന്റെ ഒക്കെ ചെയ്യാം. താങ്ക് യു ഓൾ. സെഷൻ എൻഡ് ചെയ്യാണ്. ഷുവർ. അൺഅക്കാദമിയിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. 300 ലെസൺസ് ഉണ്ടാവും ഏകദേശം. മാത്സും റീസണിങ്ങും മാത്രം. കോഴ്സുകളായിട്ട് 30 എണ്ണം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ ആ സമയത്ത് കറക്റ്റ് രജിസ്റ്റർ ചെയ്യണം. അതാണ് 12 to 1:30 രജിസ്റ്റർ ചെയ്യണം. ₹1 ATM കാർഡോ എന്തെങ്കിലും ഒരു ഓൺലൈൻ പേയ്മെന്റ് വഴി ചെയ്താൽ മതി. അത് ആളുകളുടെ സ്പാമിങ് കൂടുതൽ ആളുകൾ ചെയ്തിട്ട് സ്പാം ആവാതിരിക്കാനാണ് അങ്ങനെ ഒരു ₹1 കണ്ടീഷൻ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.